ഹായ്, ഞാൻ ഇന്ന് വന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ വയനാട് വന്നതായിരുന്നു. വയനാട് വന്നപ്പോൾ തോന്നി നമുക്കന്ന് ഊട്ടി പോവാന്ന്. ഊട്ടി പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഞങ്ങൾ ഊട്ടി പോകുന്നത് കോയമ്പത്തൂർ ആ വഴി അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് തോന്നിയത് വയനാട് വന്നപ്പം വയനാട് നിന്ന് മസനഗുഡി വഴി ഊട്ടി പോകണമെന്നുള്ളത്. പക്ഷെ ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. ഗൂഡല്ലൂർ വഴി മസനഗുഡി പോയിട്ട് ഊട്ടി പോവാന്ന് തീരുമാനിച്ചു. അതിനിടയിൽ കാണുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, എല്ലാ ദിവസവും നമ്മൾ ജോലിക്ക് പോവും. ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ച ദിവസം കിട്ടുമ്പോൾ നമുക്ക് വീട്ടിൽ അടുക്കിപ്പെറുക്കല് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറെ നമുക്ക് ഭൂമിയിൽ നമുക്ക് എന്താ പറയാ തന്നിട്ടുള്ള സമയം ആസ്വദിക്കാനുള്ള സമയമൊക്കെ എന്താ പറയാ ഇല്ലാതാവുകയാണെന്നുള്ളതാണ് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനും പൈസയ്ക്ക് ആവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. പക്ഷെ കുറച്ചൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള സ്വർഗ്ഗങ്ങൾ ഇങ്ങനെ കാണുക എന്നുള്ളതാണ്, ആസ്വദിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താ പറയണ കുറച്ച് സമയമാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഇത്. അതെന്ന് പറയുമ്പോൾ ലോട്ടറിയാണ്. എപ്പോഴെന്താ സംഭവിക്കാന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ നാളെ നമ്മൾ തമ്മിൽ കാണുമോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കാണുമോ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താന്ന് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഭൂമിയിലുള്ള സ്വർഗം കാണാം. മരിച്ചുപോയിട്ട് അങ്ങ് പരലോകത്ത് പോയിട്ട് സ്വർഗം കാണാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ അല്ലെങ്കിൽ ഇനി ഒരു അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാണാം എന്നൊന്നും പറഞ്ഞതൊന്നും നടക്കണ കാര്യമൊന്നും അല്ല. അടുത്തൊരു ജന്മവും ഇല്ല. നമ്മൾക്ക് ഭൂമിയിലുള്ളത് ഈ ഒരു ജന്മം മാത്രമാണ്. അത് പരമാവധി നമ്മൾ അതിനെ എന്താ പറയാ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുറെ പൈസ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പിന്നീടത്തേക്ക് എന്നൊന്നും പറയുമ്പോൾ അത് ഉപയോഗിക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നൊന്നും ഇല്ല. പിന്നെ ഇനി അടുത്ത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പൈസ ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്ന കാശൊന്നും വന്നിട്ട് ചെലവാക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതിലുള്ള കാര്യങ്ങളാണ് ഇതാ ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇനി പോകുന്നത് വന്നിട്ട് ഗൂഡല്ലൂർ വഴി ഊട്ടിയാണ്. അപ്പൊ പോകുമ്പോ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മള് പ്രത്യേകിച്ച് ഒരു വ്ളോഗറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല, എങ്കിലും ചുമ്മാ ഒരു രസം, ഓരോ മെമ്മറി ഉണ്ടല്ലോ, നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്ന മെമ്മറി ഉണ്ടല്ലോ, പിന്നീടത്തേക്ക് അത് കാത്തു സൂക്ഷിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മള് ഇനി അടുത്തത് ഗൂഡല്ലൂരാണ് കേട്ടോ. ഗൂഡല്ലൂര് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മസനഗുഡി പോവാന്നാണല്ലോ. അടുത്തൊരു ജംഗ്ഷൻ ഗൂഡല്ലൂര് എത്തും. അപ്പൊ അങ്ങനെ പോവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.